എല്ലാവർക്കും നമസ്കാരം. ഫോക്കസ് കമ്പ്യൂട്ടർ സെൻറ്റർ തലശ്ശേരി എന്ന സ്ഥാപനത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ബേസിക് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഞാനിവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ 2 വീഡിയോസ് കൂടി കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ബേസിക് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയിട്ടുള്ളത് അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടീസിൽ വരുന്ന കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, ഈ 2 ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് നിർത്തിയിട്ടുള്ളത്. ഇന്ന് പ്രസൻറ്റേഷൻ എന്ന ഒരു സ്റ്റേജിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് ഡാറ്റ അവതരിപ്പിക്കലാണ്. നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന മോണിറ്ററി ട്രാൻസാക്ഷൻ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്റ് കളക്ട് ചെയ്തു. ആ ഡോക്യുമെൻ്റ് നിങ്ങൾ ഫയൽ ചെയ്ത് വെച്ചു. ദെൻ അതിൻ്റെ പ്രസൻറ്റേഷനാണ് വരുന്നത്. അതൊരു പക്ഷേ നമ്മൾ മാനുവൽ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അത് അക്കൗണ്ട്സിലേക്ക് എഴുതിയിട്ട് നമ്മൾ ബുക്കുകളിലേക്ക് എഴുതി ചെയ്യുന്നു. മറ്റൊരു തരത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യുന്നു. എന്നിരുന്നാലും ഈ പ്രസൻറ്റേഷൻ എന്നത് നമുക്ക് അക്കൗണ്ട്സിൻ്റെ ബേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണിത്. പ്രത്യേകിച്ചും പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് കോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് ട്രെയിനിങ് നടത്തുന്ന കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ ഇതിൽ ഞാനിവിടെ ഒരു ബിസിനസ് സ്ഥാപനം ആദ്യമായിട്ട് ആരംഭിച്ചു വരുന്നു എന്ന രീതിയിലേക്കാണ് ക്ലാസ് കൊണ്ടുപോകുന്നത്. പുതുതായിട്ടൊരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന ആദ്യ മോണിറ്ററി ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് ഒരുപക്ഷെ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞായിരിക്കും. പുതിയൊരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അവിടെ നടക്കുന്ന ഫസ്റ്റ് മോണിറ്ററി ട്രാൻസാക്ഷൻ എന്താ എന്ന് വെച്ചാൽ അതിൽ ഓണറുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു സംശയമില്ലാതെ കൊണ്ട് നമുക്ക് പറയാം, ഓണറുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ. അപ്പം അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഒരു കേന്ദ്ര ബിന്ദുവാണ് ഈ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ മാത്രമേ നമുക്ക് എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുക്കുന്ന അതിൻ്റെ ഡിപ്പോസിറ്റ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ബിൽഡിംഗ് വാങ്ങിക്കാൻ പറ്റും, അവിടെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ പറ്റും, മറ്റുള്ള ലൈസൻസിന് ആവശ്യമായ ഫീസ് അടക്കാൻ പറ്റും. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് മുതലുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാനിവിടെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യനിൽ ബിസിനസ്സിൽ നടക്കുന്ന ഫസ്റ്റ് മോണിറ്ററി ട്രാൻസാക്ഷൻ എന്ന രീതിയിൽ അവിടെ എഴുതിയിട്ടുള്ള നിങ്ങൾ കാണാം, മിസ്റ്റർ മഹേഷ് ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ ₹8 lakh ബൈ ക്യാഷ്. അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ ട്രാൻസാക്ഷൻ ആണ്. ഈ രീതിയിൽ നമുക്ക് ഏതൊരു ട്രാൻസാക്ഷൻ നടന്നാലും 1-2 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി പേയ്മെൻറ്റ്, റെൻറ്റ് പേയ്മെൻറ്റ്, അല്ലെങ്കിൽ ടാക്സ് പേയ്മെൻറ്റ്, അങ്ങനെ A to Z കാര്യങ്ങൾ. ഈ ഓരോ ട്രാൻസാക്ഷനും എങ്ങനെയാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് നമ്മളിനി ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച സ്ഥിതിക്ക് തൊട്ട് മുകളിലേക്ക് ഒരു ഏറോ മാർക്ക് കാണാം, ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഒരു ഏറോ മാർക്ക് കാണാം. ആ ഏറോ മാർക്കിന്റെ ഭാഗത്ത് നമ്മളൊരു ഏരിയ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നത് കാണാം, ഫില്ല് ചെയ്തിട്ടില്ല. പിന്നീട് ഒരു ഏറോ മാർക്ക് വന്നിട്ടുണ്ട്, ജേണൽ എന്നാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ അറിയേണ്ടത്, ബിസിനസ്സിൽ നടക്കുന്ന A to Z ട്രാൻസാക്ഷൻ ആദ്യമായി റെക്കോർഡ് ചെയ്യുന്ന ബുക്കിന്റെ പേരാണ് ജേർണൽ. ഈ ജേർണലാണ് നമ്മളെ അക്കൗണ്ട്സിന്റെ ശരിയായ അടിത്തറ, ഫൗണ്ടേഷൻ. കാരണം പ്രാക്ടിക്കൽ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജേർണൽ എന്നൊരു സെക്ഷൻ നിങ്ങൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സിന്റെ 50% കംപ്ലീറ്റ് ആയി. ഓക്കെ, കാരണം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓരോ ട്രാൻസാക്ഷൻ്റെയും ജേർണൽ എൻട്രീസ് മാത്രം നൽകുകയാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് നമുക്ക് അവിടെ സിസ്റ്റം ജനറേറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ ഈ കൊടുക്കുന്ന കാര്യം തെറ്റാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന അക്കൗണ്ട്സ് കംപ്ലീറ്റ് തെറ്റും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതിൽ ഒരു 50% കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റുമെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ ജേർണൽ ബുക്കിലേക്ക് നമ്മൾ ഇനി ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുകയാണ്. ജേർണൽ ബുക്ക് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു അർത്ഥം അവിടുന്ന് മുതൽ കാര്യങ്ങൾ നോക്കാം. ഇതിലെ JOUR എന്ന 4 സ്പെല്ല് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന്റെ അർത്ഥം ശരിക്കും ജേണൽ, ഒന്നുകൂടി പറയാം. ജേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റിൻ വേർഡിൽ ഉണ്ടായതാണ് ജേണൽ എന്നൊക്കെ. ലാറ്റിനിൽ ജേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ എന്നാണ് അർത്ഥം, ദിവസം.
ഓക്കെ, അതുകൊണ്ട് തന്നെ ജേണൽ എന്ന പല പേരുകൾ ഈ ബുക്കിന് നിങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ജേണൽ ബുക്ക്, ഡേ ബുക്ക്, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, പ്രൈമറി ബുക്ക്. ഈ 4 പേരുകൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നാണ്. ആദ്യം ഓർമ്മിക്കൂ. കൂടുതലായിട്ട് നമ്മൾ കേൾക്കുക ഡേ ബുക്ക് അഥവാ ജേണൽ ബുക്ക്. ജേണൽ തന്നെ കൂടുതലായി കേൾക്കുന്നു. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ജേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ എന്ന ആണ്, ദിവസം എന്നാണ് അർത്ഥം വരുന്നത്. അതോടൊപ്പം തന്നെ ജേണൽ എന്ന വേർഡ് മീനിങ് ലാറ്റിനിൽ ജേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറി എന്നതാണ് അർത്ഥം. അപ്പം നമ്മളെ പേഴ്സണൽ ഡയറി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു ഡയറി എഴുതുന്നതിനെ കുറിച്ച് വ്യക്തതയുള്ള ആളുകൾക്ക് ജേണൽ മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമാണ്. എന്തിനാണ് നമ്മൾ ഡയറി തയ്യാറാക്കുന്നത്? ഇപ്പോൾ ഡെയിലിയുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മളതിൽ നോട്ട് ചെയ്യുന്നത്. ഒരു ദിവസം ആരംഭിച്ചു കഴിഞ്ഞാൽ മോർണിംഗ് ടു നൈറ്റ് വരെ നമ്മൾ നടത്തിയ ആ ഒരു ആക്ടിവിറ്റീസ് ആണ് നമ്മൾ അതിൽ എഴുതുന്നത് അല്ലേ. നമ്മൾ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന ആളുകളെ കണ്ടു, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ അതിൽ എഴുതി വരുന്നു. ഓരോ ദിവസവും നമ്മൾ എഴുതും. രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്താണ് ഇത് എഴുതുന്നത്. എഴുതിയാലൊരു ഗുണം എന്താണ്? നമുക്കൊരു ആഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞിട്ട് ഈ ഒരു ഡയറി എടുത്ത് നോക്കുമ്പോൾ ഈ ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് ഓർമ്മയിലേക്ക് തിരിച്ചു വരും അല്ലേ. അപ്പോൾ ഇതേ ഫംഗ്ഷനാണ് ജേണൽ നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഉദ്ദേശവും. കാരണം നിങ്ങൾ അക്കൗണ്ട്സ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കാലഘട്ടം പറയുന്നുണ്ട്. അതിന് നമ്മൾ ഫൈനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ എന്നാണ് പറയുക. കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലിയർ ചെയ്തതാണ്. 365 ഡേയ്സ് ആണുള്ളത്. ഈ 365 ഡേയ്സിൽ ഒരു സാധാരണ ബിസിനസ് സ്ഥാപനത്തിൽ 10,000 കണക്കിന് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ട്രാൻസാക്ഷനും ഒന്നൊഴിയാതെ ഒരാളുടെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ ഫേമിൽ അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്ന ആളായ നമ്മൾ അക്കൗണ്ടന്റുമാർ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ബിസിനസ്, ആ ബിസിനസ്സിന് വേണ്ടി ഒരു ഡയറി തയ്യാറാക്കുന്നു. ഇപ്പോൾ ഡയറി എഴുതുമ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇവിടെ എഴുന്നേൽക്കുക ഉറങ്ങുക എന്നൊരു സംഭവം വരുന്നില്ല. പകരം അവർക്ക് അവിടെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഈ രീതിയിൽ ഒരു ബിസിനസ് ഓപ്പൺ ചെയ്തത് മുതൽ ആ ദിവസം തന്നെ അത് ക്ലോസ് ചെയ്യുന്നത് വരെ എന്തൊക്കെ മോണിറ്ററി ട്രാൻസാക്ഷൻ ആണ് ബിസിനസ്സിൽ നടന്നിട്ടുള്ളത് എന്നതാണ് നിങ്ങൾ ഈ ബുക്കിൽ എഴുതുന്നത്. ഇത് 1 ഏപ്രിൽ ടു 31 മാർച്ച് വരെ ഇന്ത്യൻ അക്കൗണ്ട്സ് പറയുമ്പോൾ ചെയ്യുന്നു. ഫോറിൻ സിസ്റ്റം പ്രകാരമാണെങ്കിൽ ജനുവരി ടു ഡിസംബർ വരെയുള്ള 365 ഡേയ്സ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർമ്മിക്കേണ്ടത്, ഓരോ ദിവസം ഫേം നടത്തിയിട്ടുള്ള ഇടപാടുകളാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ജേണൽ ബുക്ക് വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ഫേമിൻ്റെ ലാഭനഷ്ടങ്ങൾ പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ബുക്കിലേക്ക് എഴുതി വരുന്ന ക്യാഷ്, ബാങ്ക് ലോൺ പോലുള്ള ഓരോ അക്കൗണ്ടുകളുടെ ഇൻഡിവിജ്വൽ ബാലൻസസ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബുക്ക് കൂടിയേ തീരും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ജേണൽ ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ നടക്കുന്ന ഡേ ടു ഡേ മോണിറ്ററി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഒരു ഡയറിയാണ് ജേണൽ. ഓക്കെ, അപ്പോൾ ഈ ജേണൽ ബുക്കിലേക്ക് ട്രാൻസാക്ഷൻ എഴുതുമ്പോൾ നമുക്ക് ആർക്കും തോന്നുന്ന രീതിയിൽ എഴുതാൻ പാടില്ല. ഇത് അംഗീകരിച്ച, വേൾഡ് വൈഡ് ആയിട്ട് അംഗീകരിച്ച കുറച്ച് റൂൾസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളൊരു സിസ്റ്റം ഇവിടെ ഫോളോ ചെയ്താൽ മാത്രമേ അത് സിസ്റ്റമാറ്റിക് ആകുന്നുള്ളൂ. ആ രീതിയിൽ ഇന്ന് ഈ വേൾഡിൽ അത്രയും ആളുകൾ ജേണൽ ബുക്കിലേക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിന്റെ പേരാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം, ഇതാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം? അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്ത ആളുടെ, ഇത് കണ്ടുപിടിച്ച ആളുടെ പേരാണ് ലൂക്കോ പാസിയോളി. ലൂക്കോ പാസിയോളി എന്ന ഇറ്റാലിയൻ മാത്തമെറ്റീഷ്യനാണ് ഈ ഒരു സിസ്റ്റം കണ്ടുപിടിച്ചിട്ടുള്ളത് 494 1494. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രോപ്പറായിട്ടാണ്. ഇദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് മോഡേൺ അക്കൗണ്ടിങ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. ഇതിനൊരു ചുരുക്കി നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു രീതി ഷോർട്ട് കട്ട് ഇടുകയാണ്. ഞാൻ പറയുകയാണ്, ഇതിനെ ചുരുക്കി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഈ ലൂക്കോ പാസിയോളി അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ബിസിനസ്സിൽ എന്തൊരു ട്രാൻസാക്ഷൻ നടന്നാലും, അതായത് ഞാൻ ക്ലിയർ ഒന്നുകൂടി ആവർത്തിക്കുന്നു, നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്താണ് എന്നതാണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഇത് കണ്ടുപിടിച്ച ആൾ ഉദ്ദേശം അവർ പറയാണ്, ബിസിനസ്സിൽ നിങ്ങൾ എന്തൊരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാലും ആ ട്രാൻസാക്ഷൻ ഇൻക്ലൂഡിങ് ദിസ് ട്രാൻസാക്ഷൻ, നിങ്ങൾ എന്ത് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും ആ ട്രാൻസാക്ഷനിൽ 2 അക്കൗണ്ടുകൾ ഒളിഞ്ഞു കിടക്കുന്നു എന്ന് ആദ്യം ഓർമ്മിക്കുക. പിന്നീട് പറയാനുണ്ട്, എന്നാലും നിങ്ങൾ ആദ്യം ഓർമ്മിക്കേണ്ടത് 2 അക്കൗണ്ടുകൾ ഇതിൽ ഹൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹൈഡ് ചെയ്യപ്പെട്ട അക്കൗണ്ടുകളെ പുറത്തിറക്കുക, ഒളിഞ്ഞു കിടക്കുന്ന അക്കൗണ്ടുകളെ നിങ്ങൾ പുറത്തിറക്കി
രണ്ട് വശങ്ങളിലേക്ക് നീക്കിയിടണം. രണ്ട് ആസ്പെക്ട്സ്, രണ്ട് വശങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വശത്തിൻ്റെ പേരാണ് ഡെബിറ്റ്, മറുവശത്തിൻ്റെ പേരാണ് ക്രെഡിറ്റ്. ഈ രണ്ട് വശങ്ങളിലേക്കാണ് നമ്മൾ മാറ്റിയിടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്രെഡിറ്റ് എന്നൊരു വേർഡ് നമ്മൾ കാണുമ്പോൾ കടം എന്ന രീതിയിൽ ചിന്തിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കൂ, ഇത് രണ്ട് വശങ്ങൾ മാത്രമാണ്. രണ്ട് വശങ്ങൾ. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ രണ്ട് വശങ്ങളായിട്ട് കാണുക. ഒരു എക്സാമ്പിളിന് വേണ്ടി നിങ്ങൾ ഡെബിറ്റ് എന്നത് ലെഫ്റ്റ് സൈഡായിട്ടും ക്രെഡിറ്റ് എന്നത് റൈറ്റ് സൈഡായിട്ടും കാണുക. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും ഇതിന്റെ അൾട്ടിമേറ്റ് നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ വാല്യൂസ് ആണ് ലഭിക്കുക എന്നതാണ് പ്രത്യേകം ഓർമ്മിക്കേണ്ടത് ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ. അതാണ് എപ്പോഴും എന്തൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും അതിൽ ഒരേ വാല്യൂ ഉള്ള രണ്ട് വശങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ, നമ്മളൊരു പെൻ പർച്ചേസ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ, 10 രൂപയുടെ ഒരു ലെക്സി പെൻ വാങ്ങിക്കുകയാണെങ്കിൽ 10 രൂപ നിങ്ങൾ കടക്കാരന് നൽകുമ്പോൾ ആ 10 രൂപയുടെ മൂല്യമുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നൽകിയതും വന്നതും ഒരേ വാല്യൂ എന്നതാണ് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ്. ക്ലിയർ ആണെന്ന് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന രണ്ട് അക്കൗണ്ടുകൾ എങ്ങനെ കണ്ടുപിടിക്കാം, അതിൽ ഏതിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതിനാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇത് വലിയ പ്രത്യേകത എന്നുള്ളത്, ഈ ഡെബിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുന്നതോ ആയ അക്കൗണ്ടുകൾക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഇല്ല, അതായത് സ്ഥിരമായിട്ടൊരു ഏരിയ ഇല്ല. അതിന് വേരിയേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ ഡെബിറ്റ് ചെയ്ത ഒരു ഹെഡ് തൊട്ടടുത്ത ട്രാൻസാക്ഷനിൽ ക്രെഡിറ്റ് ആയിരിക്കും, അത് മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഡെബിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഏതിനെ ക്രെഡിറ്റ് ചെയ്യാമെന്നത് മനസ്സിലാക്കി എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഞാൻ പറയുകയാണ് ഒന്നുകൂടി, നിങ്ങളുടെ അക്കൗണ്ട്സിൽ നിങ്ങൾ ആ 50% നിങ്ങൾക്ക് കവർ ചെയ്തു എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഡെബിറ്റും ക്രെഡിറ്റും ആക്കി മാറ്റുന്നത്, അതിന് അക്കൗണ്ടിങ് റൂൾസ് അപ്ലൈ ചെയ്യാണ്. ഈ അക്കൗണ്ടിങ് റൂൾസിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അക്കൗണ്ടിങ് റൂൾസിൽ നമ്മൾ രണ്ട് മെത്തേഡുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓൾട്ടർനേറ്റീവ് റൂൾ അപ്ലൈ ചെയ്യുന്നതാണ്. കുറച്ചുകൂടി സ്റ്റാൻഡേർഡായ റൂളാണ്, പക്ഷേ അത് ഞാൻ ഇപ്പോൾ ക്ലിയർ ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ കേൾക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനത് ഫസ്റ്റ് ടൈം പറയുന്നില്ല. ഭാവിയിൽ ആവശ്യമുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പം ഞാനതിൻ്റെ ഗോൾഡൻ റൂൾസിൽ വരുന്ന നമ്മൾ പഠിച്ച നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, ഈ 3 അക്കൗണ്ടിങ് റൂൾസ് വെച്ചുകൊണ്ട് ഡെബിറ്റും ക്രെഡിറ്റും ആക്കി കൊണ്ടുവരുന്ന രീതിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വീണ്ടും നിങ്ങൾ ഈ ഒരു പേജിലേക്ക് ശ്രദ്ധിക്കുക. ഈ ഡെബിറ്റ് ഈ റൂൾ അപ്ലൈ ചെയ്തതിൻ്റെ ഭാഗമായി ഞാൻ ഇവിടെ ഒരു ലോങ് ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് എഴുതിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും ഞാൻ കരുതുന്നത്. ശരി, ബിസിനസ് ട്രാൻസാക്ഷൻ എന്നത് നിങ്ങളിവിടെ കാണുന്നുണ്ട്. ഈ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ നമ്മൾ 5 ഭാഗങ്ങളാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 5 ഭാഗങ്ങളാക്കി സ്പ്ലിറ്റ് ചെയ്തു. അതിൽ ഫസ്റ്റ് എക്സ്പെൻസസ് ആൻഡ് ലോസസ്, സെക്കൻഡ് ഇൻകംസ് ആൻഡ് പ്രോഫിറ്റ്സ്, പിന്നീട് അസറ്റ്സ്, ദെൻ പേഴ്സൺസ് ആൻഡ് ഫേംസ്. ഈ 5 കാര്യങ്ങളിൽ ഉൾപ്പെടുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കോടിക്കണക്കിന് ട്രാൻസാക്ഷൻസ്. ഈ 5-ൽ ഏതെങ്കിലും 2 കാര്യങ്ങളെ ഉണ്ടാകൂ എന്ന് നിങ്ങൾ ആദ്യം മൈൻഡിൽ സെറ്റ് ചെയ്യുക. അതിനെ നമ്മൾ ഒതുക്കി കൊണ്ടുവന്നു. നിങ്ങൾ കൈവിരലിൽ എണ്ണാൻ 5 കാര്യങ്ങളാണ്. ഒന്ന് എക്സ്പെൻസസ് ആൻഡ് ലോസസ്, മറ്റൊന്ന് ഇൻകം ആൻഡ് പ്രോഫിറ്റ്. ഇതേ രീതിയിൽ എണ്ണി വരിക. എക്സ്പെൻസ് ആൻഡ് പ്രോഫിറ്റ്, ദെൻ നടുവിൽ അസറ്റ്, പേഴ്സൺ, ഫേം. ഈ 5-ൽ ഏതെങ്കിലും 2 കാര്യങ്ങൾ മാത്രമേ ഓരോ ട്രാൻസാക്ഷനിലും ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, ഇതിൽ ലയബിലിറ്റി എന്നൊരു വേർഡ് കാണുന്നില്ല എന്നുള്ളത് അക്കൗണ്ട്സ് പഠിച്ച ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും. എന്നാൽ ഈ റൂളിൽ നമുക്ക് ലയബിലിറ്റിയുടെ ആവശ്യം വരുന്നില്ല. അത് ഓൾട്ടർനേറ്റീവ് റൂളാണ്. ഇത് വെച്ച് നമുക്ക് ഏത് മെത്തേഡ് വെച്ച് കഴിഞ്ഞാലും ലഭിക്കുന്ന ആൻസർ സെയിം ആണ് എന്ന് ഓർമ്മിക്കണം. ശരി, എന്തായാലും അതിലേക്ക് പോകുന്നില്ല. ഈ 5-ൽ ഏതെങ്കിലും 2 കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ ആദ്യം ഓർമ്മിക്കുക. ഓക്കെ, അതിന് താഴെയായി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 3 ബോക്സസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ വളരെ എളുപ്പം ചിന്തിച്ചാൽ മതിയോ, അധികം വൈഡായിട്ട് ഒന്നും കാണണമെന്നില്ല. നിങ്ങളിപ്പോൾ 3 പെട്ടികളായിട്ട് സാധാരണ ബോക്സസ് ആയിട്ട് ഇതിനെ കാണുക. ഒരു ബോക്സിന്റെ പേര്, ഒരു പെട്ടിയുടെ പേരാണ് നോമിനൽ അക്കൗണ്ട്, മറ്റൊന്നിന്റെ പേരാണ് റിയൽ അക്കൗണ്ട്, മറ്റൊന്നിന്റെ പേരാണ് പേഴ്സണൽ അക്കൗണ്ട്. ഈ 3 ബോക്സുകളിൽ നമ്മൾ ഒരു പേപ്പറിൽ ഒരു റൂൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓരോ ബോക്സും ഓപ്പൺ ചെയ്തതിന് ശേഷം അത് നമ്മൾ തുറന്ന് എടുത്ത് ആ പേപ്പർ എടുത്ത് കൈകളിൽ വെച്ച് വായിച്ചു നോക്കുകയാണ്. ഇതിന് ശേഷം അതിൽ പറയുന്ന രീതിയിൽ അങ്ങോട്ടേക്ക് സോൾവ് ചെയ്യുക. ഇത്ര മാത്രമേ കാര്യങ്ങളുള്ളൂ. ഓക്കെ, അപ്പം നോമിനൽ അക്കൗണ്ട് എന്ന ബോക്സ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓർമ്മിക്കണം, ഈ ബോക്സിൽ ആരെയൊക്കെ കൈകാര്യം ചെയ്യുന്നു? എക്സ്പെൻസസിനെയും ലോസസിനെയും ഇൻകംസ് ആൻഡ് പ്രോഫിറ്റ്സ്. ഈ 4 കാര്യങ്ങൾ നമ്മളെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നോമിനൽ അക്കൗണ്ട് എന്ന ബോക്സിൽ പറയുന്ന രീതിയിലാണ് അതിനെ സോൾവ് ചെയ്യേണ്ടത്.
ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നു. അതിൽ ഞാനിപ്പോൾ കാണുന്നത് ആ പേപ്പർ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കുക, ഡെബിറ്റ് അല്ലേ, അവിടെ ഒരു കോളൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഡെബിറ്റ് അത് വായിക്കേണ്ടത് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് അല്ലേ, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. തൊട്ട് താഴെ ക്രെഡിറ്റ് നിർത്തി വായിക്കണം, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് പ്രോഫിറ്റ്സ്. ഈ റൂള് നിങ്ങൾ അല്ലെങ്കിൽ ഈ 3 റൂളുകളും നിങ്ങൾ നിർബന്ധമായിട്ടും ബൈഹേർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത്രയും റൂൾ തറവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി അത് ആവർത്തിച്ച് തന്നെ പറയുന്നു. ഡെബിറ്റ് അല്ലേ, ഡെബിറ്റ് നിർത്തുക, ശേഷം വായിക്കുക. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് പ്രോഫിറ്റ്സ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ബിസിനസ്സിനുണ്ടാകുന്ന എല്ലാവിധ എക്സ്പെൻസസിനെയും ലോസസിനെയും, അതായത് ചെലവുകളെയും നഷ്ടങ്ങളെയും ഡെബിറ്റ് വശത്ത് കാണിക്കൂ. ഞാൻ പറഞ്ഞ സൈഡ് നിങ്ങൾ ഏതെങ്കിലും ലെഫ്റ്റ് ആണെങ്കിൽ ആ ഭാഗത്ത് ചിന്തിച്ചാൽ മതി. ഒരു ബിസിനസ്സിനുണ്ടാകുന്ന എല്ലാവിധ എക്സ്പെൻസസിനെയും ലോസസിനെയും ഡെബിറ്റ് ചെയ്യൂ. അതോടൊപ്പം തന്നെ ഒരു ബിസിനസ്സിനുണ്ടാകുന്ന എല്ലാവിധ വരുമാനങ്ങളെയും ലാഭങ്ങളെയും, ഇൻകത്തെയും പ്രോഫിറ്റിനെയും നമ്മൾ ക്രെഡിറ്റ് വശത്തേക്ക് കാണിക്കൂ എന്നതാണ് ആ അക്കൗണ്ടിങ് റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം ഇത് ബൈഹേർട്ട് ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഇനി അറിയേണ്ടത് ഈ എക്സ്പെൻസസും ലോസസും എന്താണ്, അല്ലെങ്കിൽ ഇൻകം പ്രോഫിറ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ എക്സ്പെൻസും ലോസും ഡെബിറ്റ് എന്ന് പറയുന്ന സമയത്ത് അത് കോമൺ ഹെഡ് ആണ്, എക്സ്പെൻസ് ലോസ് അല്ലേ. അപ്പോൾ എക്സ്പെൻസിനെയും ലോസിനെയും നമുക്ക് തിരിച്ചറിയാൻ മാർഗ്ഗങ്ങളുണ്ട്. രണ്ടും ഡെബിറ്റ് ആണെങ്കിലും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ എക്സ്പെൻസും ലോസും തിരിച്ചറിയാനുള്ള മാർഗ്ഗമാണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സ്പെൻസ് എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് നമുക്ക് പേയ്മെന്റ് നടക്കണം, ബിസിനസ്സിന് പൈസ പോയിരിക്കണം, ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് ഒരു പേയ്മെന്റ് നടത്തുന്നു. എന്നാൽ ആ പേയ്മെന്റിന് അതേ വാല്യൂ ഉള്ള അതിന് തുല്യമായ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നിങ്ങൾ റിസീവ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ അത് എക്സ്പെൻസ് ആവും. 100% നിങ്ങൾ ഓർപ്പിക്കാം, എക്സ്പെൻസ് എന്നൊരു വേർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടത്തിയ ഒരു പേയ്മെന്റിന് തുല്യമായ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നിങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് എക്സ്പെൻസ് ആവുകയുള്ളൂ. ഓക്കെ, എന്നാൽ ലോസ് അങ്ങനെയല്ല. ഇതിലും പേയ്മെന്റ് സംഭവിക്കുന്നു, പൈസ നഷ്ടപ്പെടുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് പണം പോകുന്നു, പക്ഷെ നമുക്ക് അതിന്റെ വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റോ സർവീസോ തിരിച്ച് ലഭിക്കില്ല. അങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് ലോസ് ഉണ്ടാകുന്നത്. ഇതൊരു എക്സാമ്പിളോട് കൂടി ഞാൻ ക്ലിയർ ചെയ്യാണ്. ഇപ്പം നമ്മൾ പൊതുവെ പറയാറുണ്ട് ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന വേർഡ് ഉപയോഗിക്കാറുണ്ട് അല്ലെ, യാത്രാ ചെലവ് എന്നാണ് വരുന്നത്. സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളിപ്പോൾ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ബസ്സിൽ ടിക്കറ്റ് എടുക്കുകയാണ്. ഇപ്പോൾ കണ്ടക്ടർക്ക് നിങ്ങൾ പേയ്മെന്റ് നടത്തി, അതാണല്ലോ ട്രാവലിംഗ് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ. ഇപ്പോൾ 20 രൂപ നിങ്ങൾ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പേയ്മെന്റിന്റെ വാല്യൂ ഉള്ള ഒരു സർവീസ് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ പുറപ്പെടുന്ന ഏരിയയിൽ നിന്ന് നിങ്ങൾ ഡെസ്റ്റിനേഷൻ പ്ലേസ് ഉണ്ടല്ലോ, നിങ്ങൾ എത്തിച്ചേരുന്ന ഏരിയ, അതുവരെ നിങ്ങൾക്ക് ഒരു സർവീസ് കിട്ടി, നിങ്ങൾ നടക്കേണ്ടി വന്നില്ല. അപ്പോൾ ആ സർവീസിന് ലഭിച്ച ഒരു പേയ്മെന്റ് ആണ് നിങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് വരുന്നു. ഇതേ സമയത്ത് നിങ്ങൾ ഈ പൈസ 20 രൂപ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സിൽ നിന്ന് ഒരു 50 രൂപ നഷ്ടപ്പെട്ടു, വീണുപോയി, ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്താ പറയുക? എനിക്ക് 50 റുപ്പീസ് ലോസ് സംഭവിച്ചു, 20 റുപ്പീസ് എക്സ്പെൻസ് സംഭവിച്ചു. രണ്ടിലും നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്. പക്ഷേ ലോസ് എന്ന് പറയുമ്പോൾ പണം പോയിനെങ്കിലും നമുക്ക് തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല. ഇതാണ് തിരിച്ചറിയാനുള്ള ഒരു മാർഗം. അപ്പോൾ എക്സ്പെൻസിനെയും ലോസിനെയും ഇതേ മെത്തേഡിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹെഡുകൾ കണ്ടെത്തൽ എളുപ്പമാണ്. എക്സ്പെൻസുകൾക്ക് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓരോന്നും വായിച്ച് നോക്കുമ്പോൾ ഇതേ രീതിയിൽ ചിന്തിക്കുക. ഇവിടെ ഞാൻ സാലറി എന്നൊരു എക്സ്പെൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സാലറി എന്ന് പറയുമ്പോൾ ഒരു മാസം എംപ്ലോയിൻ്റെ അടുത്ത് നമുക്ക് സർവീസ് കിട്ടി, ആ ഫേമിനെ സംബന്ധിച്ച് എംപ്ലോയിൻ്റെ അടുത്ത് സർവീസ് ലഭിച്ചു, അതിനുശേഷമേ പേയ്മെന്റ് നടത്തുന്നുള്ളൂ. അതാണ് സാലറി എക്സ്പെൻസ് ആവുന്നത്. ട്രാവലിംഗ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടെലിഫോൺ ചാർജ് ഒരു എക്സ്പെൻസ് ആണ്. കാരണം നമുക്ക് BSNL ആണ് കണക്ഷൻ എങ്കിൽ BSNL നിന്ന് ആദ്യം സർവീസ് ലഭിക്കുന്നു, ദെൻ നമ്മൾ പേയ്മെന്റ് നടത്തുന്നു. അതാണ് ടെലിഫോൺ ചാർജ് എക്സ്പെൻസ് ആവുന്നത്. ഇലക്ട്രിസിറ്റി ചാർജ്, KSEBിയിൽ നിന്ന് നിങ്ങൾക്ക് സർവീസ് ലഭിക്കുകയാണ്, 2 മാസം വൈദ്യുതി സ്വീകരിച്ചു, അതിനുശേഷമാണ് നിങ്ങൾ പേയ്മെന്റ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ഹെഡുകളും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈം ലിമിറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഓരോ ഹെഡുകളും അതിൽ നോക്കി വായിച്ച് നോക്കുക. അതിൽ എല്ലാ കാര്യങ്ങൾക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ചേർന്നിരിക്കണം. നമുക്ക് സർവീസോ പ്രൊഡക്റ്റോ ലഭിച്ചിരിക്കണം, അതിനുശേഷം മാത്രമേ നമ്മൾ പേയ്മെന്റ് നടത്തുന്നുള്ളൂ. അതാണ് ഈ എക്സ്പെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ഇതിൽ പ്രധാനപ്പെട്ട ഹെഡാണ് പർച്ചേസ് എന്നുള്ള ഹെഡ്. പർച്ചേസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പർച്ചേസ് എന്നൊരു ടേം നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് എന്ന് വെച്ചാൽ, നിങ്ങൾ സ്ഥാപനത്തിൽ റീസെയിൽ പർപ്പസിനായിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ, എക്സാമ്പിൾ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ആണെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങളാണ് അവരുടെ റീസെയിൽ പർപ്പസിനായി കൊണ്ടുവരുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഷോപ്പിൽ ടെലിവിഷൻ, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, അങ്ങനെയുള്ള മൈക്രോ ഓവൻ, അപ്പോൾ അങ്ങനെയുള്ള ഐറ്റങ്ങൾ പല കമ്പനികളുടെ പല മോഡൽ ഐറ്റങ്ങൾ വാങ്ങിച്ചാൽ ഇവയെല്ലാം കൂടി ഒരു ബില്ലിൽ നിന്നും കോമൺ ആയിട്ട് ഇവയെല്ലാം കൂടി ഒന്നിച്ചിട്ട് അതിന്റെ വാല്യൂ എടുത്തിട്ട് പർച്ചേസ് നേടുക. ആ പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന സമയത്ത് മാത്രമേ സെയിൽസ് നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പർച്ചേസ്, സെയിൽസ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. റീസെയിൽ പർപ്പസിനായിട്ടുള്ള പ്രൊഡക്റ്റുകൾ. ഓക്കെ. അപ്പോൾ ഇതേ ഇലക്ട്രോണിക് ഷോപ്പിൽ നിങ്ങൾ ചെയറോ, സ്റ്റൂളോ, ടേബിളോ അല്ലെങ്കിൽ സോഫ സെറ്റോ വാങ്ങിച്ചിട്ടോ അത് വിൽക്കാനല്ല, കസ്റ്റമേഴ്സിന് വന്നിരിക്കാനായിരിക്കാം, അല്ലേ? അതായത് ഫേമിന് ഇന്റേണൽ പർപ്പസിനാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരിക്കലും പർച്ചേസിന് ഹെഡ് ചേരില്ല. അതിന് വേറെ തന്നെ ഒരു ഹെഡ്, അത് പിന്നീട് പറയാനുള്ളതാണ്. ജസ്റ്റ് എന്ന് പറയുന്നത് ഫർണിച്ചർ എന്ന പേരിൽ കാണിക്കും. എന്തായാലും പർച്ചേസ് ചെയ്തില്ല. എന്നാൽ നിങ്ങളൊരു ഫർണിച്ചർ ഷോപ്പിലാണ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഫർണിച്ചർ ഷോപ്പിൽ ചെയറും, സ്റ്റൂളും, ടേബിളും, റാക്കും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ കൂടി കോമൺ ആയിട്ട് പർച്ചേസിന് ഹെഡ് ഉപയോഗിക്കും. അത് വിൽക്കുമ്പോൾ നിങ്ങൾ സെയിൽസിന് ഹെഡ് ഉപയോഗിക്കും. ഇതേ ഫർണിച്ചർ ഷോപ്പിൽ നിങ്ങൾ ഒരു എയർ കണ്ടീഷണർ വെച്ചു, എന്തിനാണ്? അവിടെ ഉള്ളിലേക്കുള്ള ആവശ്യങ്ങൾക്കല്ലേ. അപ്പോൾ അവിടെ എയർ കണ്ടീഷണർ എന്ന പേരിലാണ് ബുക്കിലേക്ക് എഴുതി വെക്കുക. പർച്ചേസ് ചെയ്തില്ല. ഒരു മെഡിക്കൽ ഷോപ്പിൽ മെഡിസിൻ ആണ് ഗുഡ്സ്. അപ്പോൾ മെഡിസിൻ പല കമ്പനികളുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ പർച്ചേസ്, വിൽക്കുന്ന സമയത്ത് സെയിൽസ്. ഇവിടെ നമ്മൾ റെഫ്രിജറേറ്റർ വാങ്ങിച്ചു വെച്ചു, മെഡിക്കൽ ഷോപ്പിൽ കാണാറില്ലേ റെഫ്രിജറേറ്റർ? അതിനെ നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചതല്ല. അതുകൊണ്ട് തന്നെ റെഫ്രിജറേറ്റർ അക്കൗണ്ട് എന്ന പേരിലാണ് ബുക്കിൽ കാണിക്കുക. അപ്പോൾ അത് വഴിക്രമത്തിൽ നോക്കാം. എന്തായാലും പർച്ചേസ്, സെയിൽ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് വ്യക്തമായിട്ട് ഓർമ്മിച്ചിരിക്കുക. റീസെയിൽ പർപ്പസിനായിട്ട് പ്രൊഡക്റ്റുകൾക്ക് കോമൺ ഹെഡ് ആണ് പർച്ചേസ് വാങ്ങിക്കുമ്പോൾ ഉള്ളത്, സെയിൽ ചെയ്യുമ്പോൾ ഉള്ളത് സെയിൽസ്. ഓക്കെ. ഓരോ ഹെഡുകളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഏത് ഹെഡുകളും ആവശ്യമെങ്കിൽ സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഭാവിയിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ വീഡിയോയിൽ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ എക്സ്പെൻസസിന് കുറേ എക്സാമ്പിൾസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് ഓരോന്നും വായിച്ച് നോക്കുക. ഇത് മാത്രമല്ല, ഇനിയും ഹെഡ്സ് ഉണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത ലോസസ് എന്നുള്ള ഹെഡുകൾ, കുറച്ച് ഹെഡുകൾ ഇവിടെ പറയുന്നുണ്ട്. ലോസിനുള്ള ലോസ് ബൈ ഡാമേജ്, ലോസ് ബൈ തെഫ്റ്റ്, ലോസ് ബൈ ഫയർ, ബാഡ് ഡെപ്റ്റ്, ഡിപ്രീസിയേഷൻ, എക്സെട്ര. ഇങ്ങനെയുള്ള കുറച്ച് ഹെഡുകളാണ്. അപ്പോൾ ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് പൈസ പോയി, പക്ഷെ തിരിച്ചൊരു ഗുണവുമില്ല. ഇപ്പോൾ ഡാമേജ് ആയി പോകുന്നു ഒരു പ്രൊഡക്റ്റ്. നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് ഷോപ്പിൽ നമ്മളൊരു ടെലിവിഷൻ അവിടുന്ന് കൈമോശം വന്ന് പൊളിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും സപ്ലയർ തിരിച്ചെടുക്കില്ല, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അക്കൗണ്ട് ചെയ്യേണ്ടി വരും. ലോസ് ബൈ ഡാമേജ്, കളവിലൂടെ നഷ്ടപ്പെടുമ്പോൾ ലോസ്, അതിന്റെ റീസൺ ബൈ തെഫ്റ്റ്, ഇങ്ങനെ നമ്മൾ എഴുതി വരുന്നു. അപ്പോൾ ഈ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വന്ന പ്രകാരം ഈ ലിസ്റ്റിലുള്ള എല്ലാ ഹെഡ്സും നമ്മൾ ഡെബിറ്റ് ചെയ്യുവാനേ പാടുള്ളൂ. ഈ ലിസ്റ്റിൽ കാണുന്നത് കാരണം റൂൾ എന്താണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. എക്സ്പെൻസസിനെയും ലോസസിനെയും ഡെബിറ്റ് ചെയ്യുക. ആ എക്സ്പെൻസിനെയും ലോസിനെയും തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങൾ പറഞ്ഞു. അതിനുള്ള കുറച്ച് എക്സാമ്പിൾ ഹെഡുകൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം നിങ്ങൾ ഡെബിറ്റ് സൈഡിൽ മാത്രമേ കാണിക്കാവൂ. പിന്നെന്ത് പറയുന്നുണ്ട്? ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് പ്രോഫിറ്റ്സ്, അല്ലെ? ക്രെഡിറ്റ് വശം, അത് അടുത്ത റൈറ്റ് സൈഡാണ്. അങ്ങനെ ചിന്തിച്ചോളൂ. ക്രെഡിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബിസിനസ്സിനുണ്ടാകുന്ന വരുമാനങ്ങളെയും ലാഭങ്ങളെയും കാണിക്കുന്നു. ഇനി ഇൻകത്തെ തിരിച്ചറിയാൻ മാർഗ്ഗം നമുക്കുണ്ട്. ഷോർട്ട് കട്ട്സ് ഇടാമതിനും ഉദ്ദേശിക്കുന്നത് ഇൻകം എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പെൻസിന് ഓപ്പോസിറ്റ് ആണ്. എക്സ്പെൻസ് ഞാൻ എന്ത് പറഞ്ഞു? പേയ്മെന്റ് നടക്കുന്നു, പ്രൊഡക്റ്റോ സർവീസോ വരുന്നു. അപ്പോൾ ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊഡക്റ്റോ സർവീസോ ഔട്ട്സൈഡർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഔട്ട്സൈഡർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, അതിന്റെ എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്യുന്നു. ഈ നടന്ന പോയിന്റ് ഓഫ് ട്രാൻസാക്ഷനാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. ആ എമൗണ്ട് അല്ല, നടന്ന ഇടപാടിനെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സെയിൽ ഇൻകം ആണ്. കാരണം എന്താണ്? സെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നു, അതിന്റെ പൈസ വാങ്ങിച്ചു വെക്കുന്നു, അത് വിൽപ്പന എന്ന് പറയുമ്പോൾ ഇൻകം ആണ്. ഇപ്പൊ റെന്റ് റിസീവർ എടുത്ത് നോക്കുകയാണെങ്കിൽ, റെന്റ് നിങ്ങൾ പറയുകയാണെങ്കിൽ സ്വന്തം ബിൽഡിംഗ് നമ്മൾ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അയാൾ അത് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ആദ്യം പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കുന്നു, അതിനുശേഷമാണ് നമുക്ക് പൈസ കിട്ടുന്നത്. ഓക്കെ. എമൗണ്ട് വരുന്ന പ്രൊഡക്റ്റ് നൽകി എന്ന രീതിയിലാണ്. റെന്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പെൻസ് ആണ്. റെന്റ് പെയ്ഡ് നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഉണ്ടാവുക. റെന്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ സംഭവിച്ചത് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഞാൻ പറയുന്നില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ്, ഈ 4-5 എക്സാമ്പിൾസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ സർവീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു, അതിന്റെ എമൗണ്ട് റിസീവ് ചെയ്യുന്നു എന്നാണ് സംഭവിക്കുന്നത്. ഓക്കെ. ഈ രണ്ട് ഭാഗങ്ങൾ മനസ്സിലായി എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഹെഡിലേക്ക് കടക്കാം. പ്രത്യേകിച്ച് ഓർമ്മിക്കുക, ഈ റൂള് പഠിച്ച് ഇതിലുള്ള ഹെഡുകൾ മനസ്സിലാക്കിയ ആൾ മാത്രമേ അടുത്ത റൂള് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പിറകിലോട്ട് പോയിട്ട് ഒന്നുകൂടി കാണുക. ഞാൻ എന്തായാലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് മാത്രമേ റിയൽ അക്കൗണ്ട് കാണുവാൻ പാടുള്ളൂ. ഓക്കെ. ഇനി റിയൽ അക്കൗണ്ട് ആണ് പറയുന്നത്. റിയൽ അക്കൗണ്ട് അസറ്റ്സുമായി കണക്റ്റഡ് ആണ്. അസറ്റ് എന്താണ്? അസറ്റ് മലയാളത്തിൽ പറയുമ്പോൾ അതിനെ ആസ്തി, സ്വത്ത്, സമ്പാദ്യം, ഇങ്ങനെ പല വേർഡുകൾ നമുക്ക് ഉപയോഗിക്കാം അസറ്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ. അപ്പൊ നമ്മുടെ പേഴ്സണൽ അസറ്റ് ആണ് ലാൻഡ്, ബിൽഡിംഗ്. അതുപോലെ ബിസിനസിന്റെ പേരിൽ എന്തുണ്ടാവും? ലാൻഡ് ഉണ്ടാവും, ബിൽഡിംഗ് ഉണ്ടാവും. അസറ്റ് ആണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അസറ്റുമായി ബന്ധപ്പെട്ട റിയൽ അക്കൗണ്ട്.
എന്താണ് റിയൽ അക്കൗണ്ട് അല്ലെങ്കിൽ എന്താണ് അസറ്റ്? അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ പറയുമ്പോൾ അസറ്റ് മീൻസ് ആസ്തി, സ്വത്ത്, സമ്പാദ്യം, ഇങ്ങനെ പല വേർഡുകളും മലയാളത്തിൽ പറയാറുണ്ട്. ഓക്കെ, നമുക്കിപ്പം സമ്പാദ്യം അല്ലെങ്കിൽ സ്വത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്വന്തം ലാൻഡ്, ബിൽഡിംഗ് ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നു. അതുപോലെ ബിസിനസിന്റെ പേരിലുള്ള സ്വത്തുക്കളാണ് ഇനി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യം ഞാൻ ഇതിലുള്ള എക്സാമ്പിൾസ് ക്ലിയർ ചെയ്യാം, അതിനുശേഷം റൂള് വായിച്ചു തരാം. ക്യാഷ് ഒരു അസറ്റ് ആണെന്ന് ഇവിടെ കാണാം. കയ്യിലുള്ള ക്യാഷ് അല്ലേ, നമ്മുടെ കൈവശം സൂക്ഷിക്കുന്ന ക്യാഷ് നമുക്ക് എന്താണ്? ഒരു അസറ്റ് ആണ്. മിഷനറീസ് അസറ്റ് ആണ്, ഫർണിച്ചർ അസറ്റ് ആണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റ് ആണ്, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് അസറ്റ് ആണ്, മോട്ടോർ വെഹിക്കിൾസ് അസറ്റ് ആണ്, ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് അസറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ സംശയം വന്നത് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള ഈ സ്വിച്ച് ബോർഡ്, ട്യൂബ് ലൈറ്റ്, ഫാൻ, വയറിംഗ് സെറ്റ്, ഇവയെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് എന്നൊരു കോമൺ ഹെഡ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ കണ്ടീഷണർ, റെഫ്രിജറേറ്റർ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ പേരിൽ ഞാൻ പറയാതെ കൊണ്ട് കോമൺ ആയിട്ട് കൊടുത്തു. പക്ഷേ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ ഇവയെല്ലാം കൂടിയിട്ടാണ്, ഈ പറഞ്ഞ സ്വിച്ച് ബോർഡ്, വയറിംഗ് സെറ്റ് എല്ലാം കൂടിയിട്ടുള്ള ഒരു കോമൺ ഹെഡാണ് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ അസറ്റ് ആണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അസറ്റ്സ് ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യുക, ബിസിനസ്സിന് പോകുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യുക എന്നതാണ് റിയൽ അക്കൗണ്ടിൽ പറയുന്നത്. റിയൽ അക്കൗണ്ടിന്റെ അക്കൗണ്ടിംഗ് റൂൾ വായിച്ചു നോക്കൂ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതായത് ഒരു അസറ്റ് ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യൂ, അസറ്റ് ബിസിനസ്സിന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യൂ. അസറ്റ് ബിസിനസ്സിലേക്ക് വരുന്ന ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ അസറ്റിനെ ഡെബിറ്റ് ചെയ്യൂ, അസറ്റ് ബിസിനസ്സിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യൂ എന്നതാണ് റിയൽ അക്കൗണ്ടിന്റെ റൂള് പഠിക്കൂ, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. 2 തവണ 3 തവണ 10 തവണ നിങ്ങൾ ചൊല്ലി പഠിക്കുക. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അസറ്റ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഡെബിറ്റ് ചെയ്യൂ, അസറ്റ് ബിസിനസ് പുറത്തേക്ക് പോകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യൂ. അപ്പൊ ഈ പറഞ്ഞ അസറ്റ്സ് എല്ലാം നമ്മളെ ബിസിനസ്സിലേക്ക് വന്നതായതാണ് ട്രാൻസാക്ഷൻ പറയുന്നതെങ്കിൽ ഡെബിറ്റിൽ കാണിക്കണം. ബിസിനസ്സിന് പിന്നീട് പുറത്തേക്ക് പോയതായിട്ട് പറയുമ്പോൾ വിറ്റ് ഒഴിവാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പൊ ക്യാഷ് നമ്മൾ സ്വീകരിച്ചതാണെങ്കിൽ, ബിസിനസ്സിലേക്ക് വന്നതാണെങ്കിൽ ഡെബിറ്റ്, ക്യാഷ് ബിസിനസ് ഒരാൾക്ക് കൊടുത്തതാണെങ്കിൽ ക്രെഡിറ്റ്. ഇത്രയും സംഭവമുള്ളൂ. അപ്പൊ ഇതില് കുറച്ച് പേർക്കുള്ള ഡൗട്ടാണ് ഇവിടെ മിഷനറി അല്ലെങ്കിൽ ഫർണിച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിനിടയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ സ്റ്റേഷനറി എന്നൊരു ഹെഡ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അഥവാ സ്റ്റേഷനറി എക്സ്പെൻസിലേക്ക് ഒന്ന് മാറുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഇതിലേക്കാണ് പോയത്, നേരത്തെ പറയാൻ വിട്ടുപോയതുകൊണ്ടാണ്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്നൊരു ഹെഡ് ഇവിടെ കാണാം. ഈ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓഫീസ് സ്റ്റേഷനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ വരിക? ഈ പെന്ന് വാങ്ങിക്കുക, പെൻസിൽ വാങ്ങിക്കുക, നോട്ട് ബുക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ A4 ഷീറ്റ് വാങ്ങിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടിയിട്ട് കോമൺ ഹെഡാണ് സ്റ്റേഷനറി. പെന്ന് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ പേയ്മെന്റ് നടത്തുന്നു, അതേ വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ നിങ്ങൾ തിരിച്ചെടുക്കുന്നു. ഞാൻ എക്സ്പെൻസിനെ അങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത് എക്സ്പെൻസ് ആവുന്നത്. എന്നാൽ ഇനി തിരിച്ച് അസറ്റിലേക്ക് വരികയാണ്. ഇവിടെ പറഞ്ഞ ഓരോ ഹെഡുകളും, അത് മിഷനറി ആയിക്കോട്ടെ, ഫർണിച്ചർ ആയിക്കോട്ടെ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും സംഭവിച്ചതും എക്സ്പെൻസ് തന്നെയാണ്. ഇത് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. മിഷനറി വാങ്ങിക്കുമ്പോൾ പേയ്മെന്റ് പോകുന്നു, പൈസ പോകുന്നു, പ്രൊഡക്റ്റ് വരുന്നു. ഫർണിച്ചർ എന്ന് പറയുമ്പോൾ എന്താ? ചെയർ, സ്റ്റൂള്, ടേബിൾ അല്ലല്ലേ? ഒരു ചെയർ വാങ്ങിക്കുമ്പോൾ പൈസ കൊടുക്കുന്നു, പ്രൊഡക്റ്റ് വരുന്നു. ലാൻഡോ ബിൽഡിങ്ങോ വാങ്ങിക്കുമ്പോൾ എന്താ സംഭവിക്കുക? പൈസ കൊടുക്കുന്നു, പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നു. അപ്പൊ ഇതും എന്താണ്? എക്സ്പെൻസ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ എന്താ അതിനെ അസറ്റ് ആയിട്ടാണ് കാണിച്ചത്. ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഇതിനെ ബൈഹേർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളെ നോളേജ് ലിമിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുക, ലിമിറ്റഡ് ആണ്. ഇതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് പല മാർഗങ്ങളുണ്ട്. അതായത് എക്സ്പെൻസസ് പൊതുവെ 2 തരത്തിലുണ്ട്. എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയാം. അതായത് എക്സ്പെൻസസ് ആർ 2 ടൈപ്സ്. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ദെൻ സെക്കൻഡ് വൺ റവന്യൂ എക്സ്പെൻഡിച്ചർ. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലധന ചെലവുകൾ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാന ചെലവുകൾ. ഇപ്പൊ ചെലവുകൾ 2 തരത്തിലാണ്, മൂലധന ചെലവുകൾ, വരുമാന ചെലവുകൾ. ഇതിലെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ നേരിട്ട് എക്സ്പെൻസിലേക്ക് കൊണ്ടുവരുന്നത്. അക്കൗണ്ട്സിന്റെ ലോ അതാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിനെ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം, സ്വത്തായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് അക്കൗണ്ട്സിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അടുത്ത സംശയം, ഇതെങ്ങനെ തിരിച്ചറിയാം? ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ അല്ലെങ്കിൽ ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ? എന്നാലേ നമുക്ക് അതിനെ സോർട്ട് ചെയ്യാൻ പറ്റും, അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അത് തിരിച്ചറിയാനും മാർഗമുണ്ട്. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന കാറ്റഗറിയിൽ വരണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചേർന്നിരിക്കണം. ഈ 2 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന്, നമ്മൾ പേയ്മെന്റ് നടത്തി കൊണ്ടുവന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് ലോങ് ടേം യൂസ് ഉണ്ടായിരിക്കണം. പിന്നീട് അതിന് റീസെയിൽ വാല്യൂ ഉണ്ടായിരിക്കണം.
അപ്പം ലോങ് ടേം യൂസും റീസെയിൽ വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകളെ ആണ് നമ്മൾ പൊതുവെ അസറ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പം അടുത്തത് വീണ്ടും സംശയം, എന്താ ഈ ലോങ് ടേം യൂസ്, എത്ര കാലത്തേക്കാണ്? അതിനൊരു പീരീഡ് പറയുന്നത് മിനിമം പീരീഡ് ആണ്. മിനിമം പീരീഡ് ഒരു വർഷമാണ്, 365 ഡേയ്സ്. 365 ഡേയ്സിന്റെ മുകളിൽ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, തുടർച്ചയായിട്ട് അതിനെ ഉപയോഗിക്കുന്നുണ്ട്, അതിന് ഒരു വർഷത്തിന് മുകളിൽ നിങ്ങൾക്ക് സർവീസ് കിട്ടണം ആ പ്രോഡക്റ്റിന്. അതോടൊപ്പം തന്നെ അതിനെ പിന്നീട് ഭാവിയിൽ നമ്മൾ ഫേമിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ അതിനൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരിക്കണം. വാങ്ങിച്ച വിലയല്ല, ഇപ്പം നമുക്ക് അതിനൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരിക്കണം, ഡിപ്രീസിയേഷൻ ഒക്കെ കഴിച്ചിട്ടുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ ചേരുമ്പോൾ മാത്രമേ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന കാറ്റഗറിയിൽ വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഏത് ഹെഡ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൽ മെഷീനറി എടുത്ത് നോക്കുന്നു, യന്ത്രങ്ങളല്ലേ ഉദ്ദേശിക്കുന്നത്. ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിനെ സംബന്ധിച്ച് അവർക്ക് യന്ത്രങ്ങൾ ആവശ്യമാണ്. അതിന് ലോങ് ടേം യൂസ് ഡെയിലി ഉപയോഗിക്കുന്നു. ലോങ് ടേം യൂസ് ഉണ്ട്, റീസെയിൽ വാല്യൂ ഉണ്ട്. ചെയർ, സ്റ്റൂൾ, ടേബിൾ പോലുള്ള ഫർണിച്ചേഴ്സിന് ലോങ് ടേം യൂസും റീസെയിൽ വാല്യൂ ഉണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പിന്നെ പറയേണ്ട ആവശ്യമേ ഇല്ല, അതിന്റെ വില കൂടുന്നു മാത്രമേ ഉള്ളൂ. ലോങ് ടേം യൂസും റീസെയിൽ വാല്യൂ 100% ഉണ്ട്. ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനും ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സിനും മോട്ടോർ വെഹിക്കിൾസിനും ലോങ് ടേം യൂസും റീസെയിൽ വാല്യൂ ഉണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞ പെന്ന്, പെൻസിൽ, നോട്ട് ബുക്ക് പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, സ്റ്റേഷനറിയിലൊക്കെ വരുന്നത്, പെന്നിനൊക്കെ ലോങ് ടേം യൂസ് ഉണ്ടോ, റീസെയിൽ വാല്യൂ ഉണ്ടോ? ഇല്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 1-2 ആഴ്ച കൊണ്ട് യൂസ്ലെസ് ആയി മാറും. അതിന് നമുക്ക് ഒരിക്കലും വിറ്റാ പൈസ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എക്സ്പെൻസ് കാറ്റഗറിയിൽ കാണിക്കുന്ന റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. ഇവയൊക്കെ അസറ്റായിട്ട് മാറുന്നത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മാർഗം എളുപ്പത്തിൽ ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ. ഓക്കെ, അപ്പോൾ ഇത്തരം അസറ്റുകൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ, അതായത് നോക്കട്ടെ, ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നോക്കുക. ഈ അസറ്റ്സ് എല്ലാം ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യുക, പിന്നീട് നമ്മൾ അതിനെ വിറ്റ് ഒഴിവാക്കുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയും നമുക്കൊരു കാര്യം ഓർമ്മിക്കാം, ഒരു അസറ്റിന്റെ പേര് നമ്മളെ ബുക്കിലേക്ക് ആദ്യമായിട്ട് എഴുതുന്നത് ഡെബിറ്റ് ചെയ്താൽ കൊണ്ട് മാത്രമേ പറ്റൂ. കാരണം വന്നാൽ മാത്രമേ പിന്നീട് അത് പുറത്തു പോകൂ. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഒന്നും കൂടി ആവശ്യമെങ്കിൽ ഇതിനെ റിവൈൻഡ് ചെയ്ത് ഒന്നും കൂടി നിങ്ങൾ പുറകിലോട്ട് പോയിട്ട് വരിക. ഈ രണ്ട് ഹെഡ്സ് ക്ലിയർ ആയ ആളുകൾ മാത്രം മൂന്നാമത്തെ ഹെഡിലേക്ക് പോകണം. മൂന്നാമത്തെ ഹെഡ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് ഡീൽസ് വിത്ത് പേഴ്സൺസ് ആൻഡ് ഫേംസ്. വ്യക്തികളെയും ധനകാര്യ സ്ഥാപനങ്ങളെയും കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ട് ആണ്. ഇനി നമുക്ക് അതേ ബാക്കിയുള്ളൂ. നമ്മുടെ സ്ഥാപനവുമായിട്ട് ഡീലിങ്സ് ഇല്ല, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഫേമിനെ കൈകാര്യം ചെയ്യുന്ന ആളാണ് പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ, ഇതിലെ പേഴ്സൺ എന്ന് പറയുമ്പോൾ റിയൽ പേഴ്സണും ഫേം എന്ന് പറയുമ്പോൾ അതിൽ ആർട്ടിഫിഷ്യൽ പേഴ്സണും ഉണ്ട്. അത് ഞാൻ എന്തായാലും അങ്ങോട്ട് കാടുകയറി കിടക്കുന്നില്ല. നിങ്ങൾക്ക് ഫേം എന്ന് പറയുമ്പോൾ ഫേം തന്നെ, അത്ര തന്നെ. സ്ഥാപനങ്ങൾ, പേഴ്സൺ എന്ന് പറയുമ്പോൾ വ്യക്തികൾ. ഓക്കെ, അപ്പം നമ്മൾ സ്ഥാപനമായിട്ട് പുറത്തുള്ള കസ്റ്റമേഴ്സ് ആയിട്ടും സപ്ലൈസ് ആയിട്ടൊക്കെ പല ആളുകൾ ഉണ്ടാവില്ല. അതൊരു വ്യക്തിയാകാം അല്ലെങ്കിൽ ഒരു സ്ഥാപനമാകാം. ഇവർ നമ്മുടെ ഫേമിന്റെ ഇടപാടിന്റെ ഭാഗമായി മാറുമ്പോൾ പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂളിൽ പറയുന്ന രീതിയിൽ അതിനെ സോൾവ് ചെയ്യാം. ഇനി അതിന്റെ അക്കൗണ്ടിങ് റൂൾ എന്താണ്? ഡെബിറ്റ് ദ റിസീവർ. ഇതാണ് പറഞ്ഞത്, ഡെബിറ്റ് ദ റിസീവർ. അടുത്തത് ക്രെഡിറ്റ് ദ ഗിവർ. എന്താ അർത്ഥമാക്കുന്നത്? റിസീവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കുന്നയാൾ, ഗിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൽകുന്നയാൾ. അപ്പം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ, അത് പ്രത്യേകം ഞാൻ ഈ പറയുന്ന രീതി തന്നെ നിങ്ങൾ കാണണം. നിങ്ങളെ ബിസിനസ്സിലുള്ള ക്യാഷ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സംതിങ് എന്തോ ആയിക്കോട്ടെ, നിങ്ങളെ ബിസിനസ്സിലുള്ള ക്യാഷോ പ്രൊഡക്റ്റോ പുറത്തു നിൽക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേമിന്റെ പേരല്ല, അതങ്ങനെ പറയും. കാരണം നിങ്ങളെ ഫേമിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഫേമോ റിസീവ് ചെയ്തില്ലെങ്കിൽ അവർ റിസീവർ എന്ന രീതിയിൽ കണ്ടിട്ട് ഡെബിറ്റ് ചെയ്യണം. ഒന്നുകൂടി ആവർത്തിക്കുന്നു, നിങ്ങളെ ബിസിനസ്സിലുള്ള ക്യാഷ് ഓർ പ്രോഡക്റ്റ് പുറത്തു നിൽക്കുന്ന ഒരാൾ, അതൊരു പേഴ്സൺ ആവാം, മേ ബി അതൊരു ഫേം ആവാം, അങ്ങനെ ഒരാൾ സ്വീകരിച്ചതായിട്ടാണ് ട്രാൻസാക്ഷൻ പറയുന്നതെങ്കിൽ അവരെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ആസ് പെർ ദ റൂൾ ഡെബിറ്റ് ദ റിസീവർ എന്ന് പറയുന്നുണ്ടല്ലോ, ഇവിടെ സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യണം, അല്ലാതെ നിങ്ങൾ സ്വീകരിച്ചു എന്നല്ല. ഇനി നിങ്ങളെ ബിസിനസ്സിലേക്ക്, അല്ലെ, ടു യുവർ ഫേം, നിങ്ങളെ ഫേമിലേക്ക് ക്യാഷോ പ്രൊഡക്റ്റോ നൽകിയതായിട്ടാണ് ട്രാൻസാക്ഷനിൽ പറയുന്നതെങ്കിൽ അവർ ഗിവറായി, അപ്പോൾ അവരെ ക്രെഡിറ്റ് ചെയ്യണം. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണിത്. അതിന് ചെറിയൊരു എക്സാമ്പിൾ കൂടി ഉപയോഗിക്കുന്നു. അതായത് നമ്മൾ ട്രാൻസാക്ഷൻ പ്രകാരം നിങ്ങളെ ബിസിനസിന്റെ ഭാഗത്തോട് ചിന്തിക്കുമ്പോൾ ക്യാഷ് പെയ്ഡ് ടു മോഹൻ എന്നാണ് പറയുന്നത്. മോഹൻ എന്ന പേഴ്സണ് ക്യാഷ് അടച്ചു. മോഹനെ ശ്രദ്ധിക്കുമ്പോൾ, മോഹൻ പേഴ്സൺ അല്ലേ, മോഹനെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും മോഹനെ അവിടെ ഡെബിറ്റ് ചെയ്യണം. കാരണം ക്യാഷ് പെയ്ഡ് ടു മോഹൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്യാഷ് നൽകി, അത് നോക്കണ്ട, അല്ലെ, ക്യാഷ് അവിടെ നിൽക്കട്ടെ, പിന്നെ ക്ലിയർ ചെയ്യാം. മോഹൻ എന്താ ചെയ്യുന്നത്? മോഹൻ റിസീവർ ആണ്, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് സ്വീകരിക്കുന്നതാണ്, അപ്പോഴവർ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ക്യാഷ് റിസീവ്ഡ് ഫ്രം വൈആർ ട്രേഡേഴ്സ് എന്നാണ് പറയുന്നത്. വൈആർ ട്രേഡേഴ്സിന്റെ ക്യാഷ് കിട്ടിയെന്ന് പറയുമ്പോൾ വൈആർ ട്രേഡേഴ്സ് ഇവിടെ ആരാണ്? ഗിവർ ആണ്, അപ്പോൾ അവരെ ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് ഇതിന്റെ ചുരുക്കം. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഓഡിയോ നിങ്ങൾ വീണ്ടും കേൾക്കുക. ഇനി ഇതില് പേഴ്സൺ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്, അല്ലേ, രാജേഷ്, രമേഷ്, അല്ലേ,
അങ്ങനെ ഒരുപാട് രമേശ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ നമുക്ക് കാണാം. ഈ ഇരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഞാൻ ജിബിൻ രാജ്, ഇതൊക്കെ പേഴ്സൺസിൽ വരുന്നതാണ്. അപ്പോൾ പേഴ്സണിന്റെ പേര് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ അക്കൗണ്ട് റൂൾ അപ്ലൈ ചെയ്യണമെന്ന് ഓർമ്മിക്കുക. ഫേം എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് ബാങ്ക്. ബാങ്ക് ഒരു ധനകാര്യ സ്ഥാപനമാണ്. ബാങ്ക് ഡിപ്പോസിറ്റ് അസറ്റ് ബാങ്ക് ലോൺ ലാബിലിറ്റി സെക്ഷൻ ഉണ്ട്, അത് ഓൾട്ടർനേറ്റീവ് റൂൾ. കാരണം അക്കൗണ്ട്സ് പഠിച്ചവർ കേൾക്കുന്നുകൊണ്ടാണ് ഞാനത് രണ്ടാമത് ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ കാണുന്നത് ബാങ്ക് എന്നത് ഒരു ധനകാര്യ സ്ഥാപനമാണ്. പണത്തിന്റെ ഇടപാട് നടക്കുന്ന സ്ഥലമാണല്ലോ അല്ലെ. ബാങ്ക് എന്ന സ്ഥാപനത്തെയാണ് ഈ റൂള് പ്രകാരം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ബാങ്ക് എന്ന സ്ഥാപനം നിങ്ങളിൽ നിന്ന് പൈസ സ്വീകരിക്കുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, നിങ്ങൾ ഫേമിലേക്ക്, അതായത് ആ ബിസിനസ്സിലേക്ക് പൈസ നൽകുന്ന കേസ് ഉണ്ടായെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ബാങ്ക് ആ ക്യാഷ് റിസീവ് ചെയ്യും അല്ലെ, റിസീവർ ആവും. അപ്പം ബാങ്കിന് ഡെബിറ്റ് ചെയ്യും. ഈ ബാങ്കിൽ നിന്ന് നിങ്ങൾ എമൗണ്ട് വിഡ്രോ ചെയ്തു അല്ലെങ്കിൽ ലോൺ എടുത്തു എന്ന് പറയുമ്പോൾ ബാങ്ക് ഗിവർ ആവും. ഇതാണ് സംഭവം. അപ്പം ബാങ്ക് ഒരു ധനകാര്യ സ്ഥാപനമാണ്. പിന്നെ മറ്റുള്ള സപ്ലൈസിന്റെ ഒക്കെ പേര്, ഇപ്പം PK ട്രേഡേഴ്സ്, രാം ട്രേഡേഴ്സ് എക്സെട്ര അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ. ഒരു പേഴ്സണൽ ഫേമോ നമ്മൾ ഇടപാടിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റൂൾ അപ്ലൈ ചെയ്താൽ മതി. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ഗിവർ. അപ്പൊ ഈ 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസാക്ഷൻ ഡെബിറ്റും ക്രെഡിറ്റും ആക്കി മാറ്റുന്നതിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. ആവശ്യമായ അവർ വീണ്ടും വീഡിയോ റിപ്പീറ്റ് ചെയ്യുക. ഞാൻ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്ത് വരുന്നത്? ഇതിന്റെ ഭാഗമായി ഞാൻ ആദ്യം എഴുതിയ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നൽകുകയാണ്. മിസ്റ്റർ മഹേഷ് ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം മിസ്റ്റർ മഹേഷ് ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ ₹8 lakh ബൈ ക്യാഷ്. ഇതാണ് നമ്മൾ ആദ്യം ട്രാൻസാക്ഷൻ ചെയ്തത്. ഇതിൽ ഹൈഡ് ചെയ്യപ്പെട്ട 2 അക്കൗണ്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അതിന്റെ ഭാഗമായി ഞാൻ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിൽ 5 കാര്യങ്ങൾ, എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും മേലെ കണ്ട 5-ൽ ഏതെങ്കിലും 2 എണ്ണം. ഇവിടെ ആരൊക്കെയുള്ളത്? മഹേഷ് എന്ന പേഴ്സണും വന്നു, ക്യാഷ് എന്ന അസറ്റും വന്നു. കാണാം, മഹേഷും ക്യാഷും അല്ലെ. 2 അക്കൗണ്ടുകളെ അണ്ടർലൈൻ ചെയ്ത് വെച്ചതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ഇപ്പൊ ഈ റൂളിൽ നമുക്ക് ക്യാപിറ്റലിന് വലിയ പ്രസക്തിയില്ല. ക്യാപിറ്റൽ എന്ന വേർഡ് ഓൾട്ടർനേറ്റീവ് റൂളാണ് വരിക. നിലവിലെ റൂള് നമുക്ക് 2 അക്കൗണ്ടുകൾ മതി, മഹേഷ് എന്ന പേഴ്സണും ക്യാഷും. 5-ൽ 2 എണ്ണം നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങൾ റൂള് ആദ്യം പഠിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയാൽ നല്ലത്. റൂള് പഠിച്ചൊരാണെങ്കിൽ ഇത് മൈൻഡിൽ കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ മഹേഷ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതേ സ്റ്റെപ്പ് നിങ്ങൾ നോക്കി അപ്ലൈ ചെയ്താൽ മതി. എന്ത് എൻട്രി പാസ് ചെയ്യുമ്പോൾ, എന്ത് ട്രാൻസാക്ഷൻ കൊടുക്കുമ്പോഴും ഈ മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി. മഹേഷ് എന്ന് എഴുതി, അതിന് നേരെ ഒരു ഏറോ മാർക്ക് കൊടുത്തു. പേഴ്സൺ, ഒരു ഏറോ മാർക്ക് പേഴ്സണൽ അക്കൗണ്ട്. മഹേഷ് പേഴ്സൺ ആണ്, പേഴ്സണൽ അക്കൗണ്ട് ആണ് അവരെ കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ അക്കൗണ്ടിംഗ് റൂളാണ് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അവിടെ എഴുതി വെച്ചു. ശരി, അവിടെ നിൽക്കട്ടെ. അടുത്തത് ക്യാഷ്. ക്യാഷ് അസറ്റ് ആണ്, റിയൽ അക്കൗണ്ട് ആണ്, അതിന്റെ അക്കൗണ്ടിംഗ് റൂളാണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇത്രയും അവിടെ എഴുതി വെച്ചു. ഇനി നിങ്ങൾ വീണ്ടും ആ ക്വസ്റ്റ്യൻ വായിക്കുന്നു അല്ലെ. ഈ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മഹേഷ് ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ ₹8 lakh ബൈ ക്യാഷ്. ഈ ട്രാൻസാക്ഷൻ പ്രകാരം ബിസിനസിന്റെ ഭാഗത്ത് കൂടി മാത്രമേ അക്കൗണ്ടിൽ ചിന്തിക്കാവൂ. ഇവിടെ മഹേഷ് റിസീവർ ആണോ ഗിവർ ആണോ? മഹേഷ് എന്താ ചെയ്യുന്നത്? ബിസിനസ്സിലേക്ക് നിക്ഷേപിച്ചെന്ന് പറയുമ്പോൾ മഹേഷ് ആരാണ്? ഇവിടെ ഗിവർ ആണ് അല്ലെ, ബിസിനസ്സിലേക്ക് നൽകുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് മഹേഷിന് എന്ത് ചെയ്യണം? നമ്മളിനി മഹേഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കേണ്ടി വരും. ഓക്കെ, മഹേഷിനെ ഇവിടെ ക്രെഡിറ്റ് ചെയ്യണം, കാരണം മഹേഷ് ഗിവർ ആണ്. അപ്പൊ ഒരു ഭാഗം നമുക്ക് കിട്ടി. 2 അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നതിൽ ഒരു സൈഡ് നമുക്ക് കിട്ടി. ഒരു ക്രെഡിറ്റ് ആണെങ്കിൽ അടുത്തത് ഡെബിറ്റ് ആണ് എന്നൊരു പരിധി വരെ വിശ്വസിക്കാം. പക്ഷെ എനിക്കത് പോരാ. 100% നിങ്ങൾ എന്ത് ചെയ്യണം? റൂൾ വെച്ചിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അടുത്തത് പറയുമ്പോൾ ക്യാഷ്. ക്യാഷ് അസറ്റ് ആണ്, അസറ്റിന്റെ അക്കൗണ്ടിംഗ് റൂളാണ് റിയൽ അക്കൗണ്ട് അല്ലെ. ആ റിയൽ അക്കൗണ്ടിൽ പറയുന്നതാണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. എന്താ അർത്ഥമാക്കുന്നത്? ബിസിനസ്സിലേക്ക് ഒരു അസറ്റ് വരുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, ബിസിനസ് അസറ്റ് പുറത്തേക്ക് പോകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. നിലവിലെ ട്രാൻസാക്ഷനിൽ ക്യാഷ് എന്ത് സംഭവിച്ചു? ബിസിനസ്സിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാഷിന് ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഡെബിറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, ഇപ്പൊ 2 അക്കൗണ്ടുകൾ നമുക്കിവിടെ കണ്ടെത്താൻ പറ്റി. ക്യാഷിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം, മഹേഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അതിന്റെ കാരണം ഇനി അങ്ങോട്ട് ഒരു ചോദ്യം ഇട്ടാൽ സംഭവം കിട്ടി അല്ലെ. എന്തുകൊണ്ടാണ് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തത്? ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്തത്. മഹേഷിന് എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്തത്? മഹേഷ് ഇവിടെ ഗിവർ ആയതുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ 2 അക്കൗണ്ടുകൾ കിട്ടി. ഇനി ഇത് നിങ്ങൾ ജേണൽ ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യണം. ജേണൽ ബുക്ക് ഉണ്ട്. ആ ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ജേണലൈസിങ് എന്ന് പറയുക. അതാണ് ഇനി നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പൊ ഞാൻ താഴെ കാണിച്ചിട്ടുള്ളത് ജേണൽ ബുക്കിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ജേണൽ ബുക്കിന് കാണുന്ന ഒരു ഫോർമാറ്റ്. ഇത് നിങ്ങൾ ഇനി ഫില്ല് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ഫില്ല് ചെയ്ത സമയത്ത് ഞാൻ അത് എഴുതി കാണിച്ചു തരാം.
രീതിയിലാണ് നമ്മളിനി ബുക്കിലേക്ക് എഴുതി കൊണ്ടുവരുന്നത്. അപ്പോൾ ഫോർമാറ്റ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇയർ ആൻഡ് മന്ത് എന്നതാണ് ആദ്യം കാണുന്നത്. Y⁻M എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ ആൻഡ് മന്ത്. ഡേറ്റ് ട്രാൻസാക്ഷൻ നടന്ന തീയതി. L/F L⁻F ലെഡ്ജർ ഫോളിയോ എന്നാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും ഓർമ്മിക്കുക, അക്കൗണ്ട്സ് പഠിച്ച ഒരാൾക്ക് സംശയം വരുന്നതാണ് ഇവിടെ എന്ത് കോളം ഉണ്ടാവുക. ജേണൽ ബുക്കിൽ എപ്പോഴും ഉണ്ടാവുക ലെഡ്ജർ ഫോളിയോ ആണ്. എന്നാൽ ലെഡ്ജർ ബുക്ക് അടുത്ത ടോപ്പിക്കായ ലെഡ്ജറിൽ ഉണ്ടാവുക JF ആണ്. ഈ കോളം എപ്പോഴും എന്താണ് L⁻F ലെഡ്ജർ ഫോളിയോ. ലെഡ്ജർ ബുക്ക് എന്ന സെക്കൻഡ് ഇയർ അടുത്ത ടോപ്പിക്കായ ലെഡ്ജറിന്റെ പേജ് നമ്പർ കാണിക്കുന്ന ഒരു ഏരിയ ആണ്. ഇപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുമില്ല. ഓക്കെ, ഈ കോളം ചില ആളുകൾ ഈ ഒരു ഏരിയയിൽ വരച്ചതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് എവിടെ വേണമെങ്കിലും വരക്കാം. പക്ഷേ പ്രാക്ടിക്കലി നിങ്ങൾ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് മണി കോളം ബുക്കുകൾക്ക് ഉണ്ടാകുന്ന ഫോർമാറ്റ് ലെഫ്റ്റിലാണ്. അതാണ് ഞാൻ ഇവിടെ തന്നെ നൽകിയിട്ടുള്ളത്. ഒന്നുകൂടി നോക്കാം. ഇയർ ആൻഡ് മന്ത് Y⁻M, ഡേറ്റ് ലെഡ്ജർ ഫോളിയോ L⁻F, പർട്ടിക്കുലേഴ്സ് എന്ന് വെച്ചാൽ വിവരണം എന്നാണ്. പിന്നെയുള്ളത് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് 2 കോളങ്ങളാണ്. ഇതാണ് സംഭവം. ജേണൽ ബുക്കിന്റെ ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ട്രാൻസാക്ഷൻ നടന്നത് ഞാൻ പറയുകയാണ് 2021 ജൂണിലാണ് ട്രാൻസാക്ഷൻ നടന്നത്. ഞാൻ ഇവിടെ 2021 താഴെ ജൂൺ എന്ന് എഴുതി. പിന്നെ കാണുന്നത് എന്താണ് ഡേറ്റ്. ട്രാൻസാക്ഷൻ നടന്ന തീയതി 18-ാം തീയതി കൊടുത്തു. ലെഡ്ജർ ഫോളിയോ എന്തായാലും നമുക്ക് ഇപ്പോൾ ഫിൽ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അത് ഒഴിച്ചു വെച്ചേക്കും. ഈ ബുക്കിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഡെബിറ്റ് ചെയ്യേണ്ട ഹെഡുകളെ കാണിക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം അതാണ്. ആദ്യം നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട ഹെഡുകളെ മാത്രമേ കാണിക്കുവാൻ പാടുള്ളൂ. അപ്പോൾ ഏത് വരും ഈ രീതിയിലാണ് ഉണ്ടാവുക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് കാണും. DR എന്ന് കാണുമ്പോൾ ഡെപ്റ്റർ എന്നാണ് വായിക്കുക. ഇപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യാൻ കാരണം ഇവിടെ ക്ലിയർ ആണ്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ക്യാഷ് അക്കൗണ്ട് എന്ന് ഒന്ന് ചെയ്തു. ഈ A/C A⁻C എന്നത് അക്കൗണ്ട് എന്നതിന്റെ സമ്മറിയാണ്, ഷോർട്ടാക്കിയിട്ടാണ് അങ്ങനെ എഴുതുക ബുക്കിൽ. ക്യാഷ് അക്കൗണ്ട് ഒരു സ്പേസിംഗ് ഇങ്ങനെ വിട്ട് എൻഡിൽ എന്ത് കൊടുത്തു DR. അപ്പോൾ അത് വായിക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. ഈ ഡെപ്റ്റർ എന്നത് ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടുകളുടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്ത് വേണം, താഴെ ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിന് എഴുതണം. ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾക്ക് നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് അവിടെ നമ്മൾ എന്ത് ചേർക്കുക, 2 എന്ന് ചേർക്കുക. കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം നിങ്ങൾ 2 എന്ന് ചേർക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് കാണാം 2 അല്ലെ, കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് ഞാൻ എഴുതി 2. മഹേഷ് എന്ന് എഴുതി. മഹേഷാണ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. റൂൾ പറയുന്ന പ്രകാരം മഹേഷിനാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. മഹേഷ് എന്ന് എഴുതി. അതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇപ്പൊ മഹേഷിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മഹേഷ് F മഹേഷിന്റെ അല്ലെ ക്യാപിറ്റൽ എന്ന് കൂടി ചേർക്കുന്നു. ഈ ഒരു ഏരിയ ചേർക്കാനുള്ള കാരണം എന്താ, ഇദ്ദേഹം നമ്മുടെ ഓണർ ആയതുകൊണ്ടും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ടുമാണ് ക്യാപിറ്റൽ കൂടി ചേരുന്നത്. ഓക്കെ, അതിനുശേഷം എമൗണ്ട് കൊടുക്കുമ്പോൾ ഡെബിറ്റിൽ ആവശ്യമായ എമൗണ്ട് കൊടുക്കുക, സൈഡ് മാറാതെ കണ്ട് സ്ഥാനം മാറാതെ കണ്ട് കൊടുക്കുക, ക്രെഡിറ്റിൽ ആവശ്യമായ എമൗണ്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു മഹേഷ് ക്യാപിറ്റൽ എന്നാണ് ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പറയുക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മഹേഷ് ക്യാപിറ്റൽ. ഈ ചെയ്ത സംഭവത്തിനാണ് ജേർണൽ എൻട്രി എന്ന് പറയുക. ഡെബിറ്റും ക്രെഡിറ്റും ആക്കി മാറ്റിയ കാര്യത്തിനാണ് നമ്മൾ ജേർണൽ എൻട്രി എന്ന് പറയുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒരേ എമൗണ്ട് ആണ് നമുക്ക് ലഭിച്ചത് അൾട്ടിമേറ്റ് അല്ലേ. ക്യാഷിന് എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തു, ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. മഹേഷിന് എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു, മഹേഷ് ഗിവർ ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഈ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യേണ്ടത്. നേരെ മറിച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ എൻട്രി ബൈഹേർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 തവണ ചൊല്ലി പഠിച്ചു കഴിഞ്ഞാൽ ഈ എൻട്രി നമുക്ക് കിട്ടും. അത് ഒരിക്കലും മാറില്ല. എൻട്രി ബൈഹേർട്ട് ചെയ്ത് വെക്കാം നമുക്ക്, പക്ഷെ അത് അറിവ് ലിമിറ്റഡ് ആവും. ഇതിന് ആ മീനിങ് മനസ്സിലാക്കണം. ക്യാഷ് ഡെബിറ്റ് ചെയ്യാനും മഹേഷിനെ ക്രെഡിറ്റ് ചെയ്യാനും കാരണം മനസ്സിലാക്കി ചെയ്യുമ്പോഴേ അക്കൗണ്ട്സ് കുറച്ചുകൂടി കുറച്ചുകൂടി താല്പര്യത്തോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് താഴെ ഞാൻ എഴുതിയ സംഭവമാണ് ബ്രാക്കറ്റിൽ. ഇതിന് നറേഷൻ എന്നാണ് പറയുക. നറേഷൻ എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലായിട്ട് അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് റിയൽ ലൈഫിൽ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസാക്ഷൻ നടന്നപ്പോൾ ഉപയോഗിച്ച ഡോക്യുമെന്റിന്റെ പേരും അതിന്റെ നമ്പറുമാണ് കൊടുക്കുക. ഇപ്പം നിങ്ങൾ അതിലേക്ക് പോകാതെ കണ്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മതി, ബീങ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഒരു വിവരണമാണ് സംഭവം നടന്നത്. അത് കാര്യങ്ങളൊന്ന് വിവരിക്കുക. നറേഷനെ കുറിച്ചൊക്കെ നമുക്ക് ഭാവിയിൽ പറയാനുള്ളതാണ്. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. അതായത് ഒരു വിവരണം, നറേഷൻ നിർബന്ധമാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ ബീങ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇത്രയും കഴിഞ്ഞ് ഈ 2 ലൈൻസ് മാത്രം ടച്ച് ചെയ്തിട്ട് അങ്ങോട്ട് വരിക. അപ്പോൾ ആ എൻട്രി കംപ്ലീറ്റ് ആയി. ഇനി ഒരു എക്സാമ്പിൾ കൂടി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ക്യാഷ് ഡിപ്പോസിറ്റഡ് ടു SBI ബാങ്ക് ₹15,000. ഏതും നമുക്ക് ഇതുപോലെ സോൾവ് ചെയ്യാം. ക്യാഷ് ഡിപ്പോസിറ്റഡ് ടു SBI ബാങ്ക് ₹15,000. 2 അക്കൗണ്ടുകളെ കുറിച്ച് പറയുമ്പോൾ ക്യാഷും SBI ബാങ്കും ആ 5-ൽ 2 ഇതിലും ഉണ്ടാകണം. റൂൾ അപ്ലൈ ചെയ്ത് കാണാം. ഇവിടെ ക്യാഷ് അസറ്റ്, റിയൽ അക്കൗണ്ട്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. SBI ബാങ്ക് ഫേം, പേഴ്സണൽ അക്കൗണ്ട്, ഡെബിറ്റ് റിസീവർ, ക്രെഡിറ്റ് റിക്കവർ. നമുക്ക് നോക്കാം ക്യാഷിന് എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കാം. ബാങ്കിലേക്ക് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് അല്ലേ. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്, ബിസിനസ്സിലെ ക്യാഷ് പുറത്തേക്ക് പോകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചിരിക്കണം. അതേ സമയത്ത് ബാങ്കിന് എന്ത് സംഭവിക്കുന്നു, നിങ്ങൾ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുന്നു, ക്യാഷ് ബാങ്ക് എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുകയാണ്. ബാങ്ക് ഇവിടെ ആരായി, റിസീവറായി മാറി.
അതുകൊണ്ട് ബാങ്കിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഡെബിറ്റ് ചെയ്യേണ്ടി വരും. 2 അക്കൗണ്ട് ക്ലിയർ ആയി. ഇനി നിങ്ങളത് ജേണൽ ബുക്കിലേക്ക് മാറ്റുന്നു. ഫോർമാറ്റ് ഒക്കെ സെറ്റ് ചെയ്യുക. ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഇവിടെ അപ്പോൾ എന്താണ്? ബാങ്കാണ്. ബാങ്കിന്റെ പേരിൽ SBI ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ അങ്ങനെ തന്നെ വാങ്ങിക്കണം. SBI ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലേ, ബീങ് ഡിപ്പോസിറ്റഡ് ക്യാഷ്. എമൗണ്ട് ഡെബിറ്റിൽ എൻ്റെ സ്ഥാനത്ത് കൊടുക്കുക, ക്രെഡിറ്റിൽ അതിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. ഈ രീതിയിൽ ചെയ്യാം. ഓക്കെ. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഓരോന്നും എഴുതി കാണിക്കുന്നില്ല. ഞാൻ കുറച്ച് എക്സാമ്പിൾ നിങ്ങൾക്ക് തരാം. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഇതേപോലെ എഴുതി വരിക. അതിലൊന്നാണ് റെന്റ് പെയ്ഡ് ബൈ ക്യാഷ്. 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാ? റെന്റ് പെയ്ഡും ക്യാഷും. ഇനി റെന്റ് റിസീവ്ഡ് ബൈ ക്യാഷ് എമൗണ്ട് നിങ്ങൾ താല്പര്യം കൊടുത്തോളെ, ഒരു 2000 ആയിക്കോട്ടെ. റെന്റ് റിസീവ്ഡ് ബൈ ക്യാഷ് 2000. 2 അക്കൗണ്ടുകൾ റെന്റ് റിസീവ്ഡും ക്യാഷും. വേണ്ട രീതിയിൽ റൂൾ അപ്ലൈ ചെയ്യാം. ആ ഫോർമാറ്റിൽ തന്നെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഹെഡുകളെ കണ്ടുപിടിക്കാൻ പറ്റും ആദ്യം തന്ന ഫോർമാറ്റിൽ. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ചെറിയൊരു സംശയം ഉണ്ടാവും. പർച്ചേസ്ഡ് ഫർണിച്ചർ ₹10,000 ബൈ ക്യാഷ്. അപ്പോൾ ഇവിടെ നമുക്ക് പർച്ചേസ്, ഫർണിച്ചർ, ക്യാഷ് 3 എണ്ണം ഉള്ള പോലെ തോന്നും. എന്നാൽ നിങ്ങൾ ഇവിടെ പർച്ചേസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഗുഡ്സ് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അഥവാ സ്റ്റോക്ക് ഐറ്റങ്ങൾ വാങ്ങിക്കുമ്പോഴാണ് ഗുഡ്സ് ഉപയോഗിക്കുക. ഇങ്ങനെ ഗുഡ്സ് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ മാത്രമേ പർച്ചേസിന് ഹെഡ് ഉപയോഗിക്കാവൂ. ഇവിടെ പറയുന്നതാണ് ഫർണിച്ചർ പർച്ചേസ് ചെയ്തതാണ്. 2 അക്കൗണ്ടുകൾ ഫർണിച്ചറും ക്യാഷും. ഇനി അടുത്ത സംശയം, രണ്ടും എന്താണ്? അസറ്റാണ്. ഇവിടെയൊക്കെ മാറി വന്നിട്ടുണ്ടല്ലോ. ഒന്ന് അസറ്റും ഒന്ന് പേഴ്സൺ ഒക്കെ ആയി വരുമ്പോൾ അല്ലെങ്കിൽ ഫേം ആയിട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ഫർണിച്ചർ അസറ്റ്, ക്യാഷ് അസറ്റ് രണ്ടിനും ഒരേ റൂളാണ് അപ്ലൈ ചെയ്യുക. അതൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് എൻട്രി കൃത്യമായിട്ട് കിട്ടും. ജസ്റ്റ് പറഞ്ഞു പോകുമ്പോൾ ഫർണിച്ചർ അസറ്റ് റിയൽ അക്കൗണ്ട് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് അസറ്റ് റിയൽ അക്കൗണ്ട് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ അവിടെ വരുന്നതൊന്നുണ്ട് പോകുന്നതൊന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് കൊടുക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. മിഷനറി പർച്ചേസ്ഡ് ₹20,000 ബൈ ക്യാഷ്. ഇനി ഒന്ന് ക്യാഷ് പെയ്ഡ് ടു മോഹൻ ₹1,000. പിന്നെ ഒന്ന് ലോൺ റിസീവ്ഡ് ഫ്രം SBI ബാങ്ക് ₹15,000 അല്ലെങ്കിൽ ₹1 lakh ബൈ ക്യാഷ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. ഞാൻ സ്പീഡാക്കിയതാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് ഇതേ രീതിയിൽ ഡെബിറ്റ് ക്രെഡിറ്റ് ആക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റണം. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ജേണലിന്റെ സെക്ഷൻ ക്ലാസ് ബേസിക് ഓഫ് അക്കൗണ്ട്സിന്റെ 3ാമത്തെ പാർട്ടിലെ ഭാഗം കഴിയുകയാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഡൗട്ട്സ് ഉണ്ടാവും. ജേണൽ കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മളെ ക്ലാസ്സിന്റെ ഒരു സെക്ഷൻ കഴിഞ്ഞു. ജേണൽ വരെ റെക്കോർഡ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഈ ജേണൽ ബുക്ക് തന്നെ എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം സിമ്പിൾ എൻട്രി ആണ്. അതെന്താന്നുള്ളത് പിന്നീട് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത്ര എഴുതാനുള്ളൂ. ഇതിൽ തന്നെ സിമ്പിൾ എൻട്രി അല്ലെങ്കിൽ കോമ്പൗണ്ട് എൻട്രി ഉണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്, അക്കൗണ്ട് സെറ്റിൽമെന്റ്, ബാങ്ക് മുഖേനയുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ചെക്കുകൾ തയ്യാറാക്കുമ്പോൾ പ്രോസസ്ഡ് ചെക്ക്, ബാരൽ ചെക്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജേണൽ തന്നെ പറയാനുണ്ട്. അതിനുശേഷം ജേണൽ കഴിഞ്ഞാൽ വരുന്ന സെക്കൻഡറി ബുക്കായ ലെഡ്ജർ എന്നൊരു ടോപ്പിക്ക് നമുക്ക് പറയാനുണ്ട്. ലെഡ്ജറിന് ശേഷം നമുക്ക് ട്രയൽ ബാലൻസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാനതിനെ കുറിച്ച് പറയാനുണ്ട്. ഇൻവെന്ററി മാനേജ്മെന്റ്, സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പറയാനുണ്ട്. അതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ട്. ഇതുവരെയാണ് ഒരു ബിസിനസിന്റെ ജേണൽ ടു ഫൈനൽ റിപ്പോർട്ട് വരെ ഉള്ള ഒരു സെക്ഷൻ, ഒരു സെറ്റാണ് ഇത്. ഇത്രയാണ് നമ്മളൊരു അക്കൗണ്ടന്റ് എന്ന രീതിയിൽ ഒരു ഫേമിൽ ചെയ്യാനുണ്ടാവുക. ഇത് ക്വസ്റ്റ്യൻസ് വെച്ച് ആദ്യം സോൾവ് ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് ഡോക്യുമെന്റുകളുടെ ക്ലാസ് നൽകും. ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ബില്ല്, റെസിപ്റ്റ് പോലുള്ള കാര്യങ്ങൾ, അതിന്റെ ഡോക്യുമെന്റിന്റെ ക്ലാസ്സുകൾ നൽകി ആ ഡോക്യുമെന്റ് വെച്ച് ഇതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് ടാക്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നൽകും. ടാക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ GST അല്ലെങ്കിൽ ഇൻകം ടാക്സ്, TDS, TCS പോലുള്ള ഒരുപാട് ടാക്സ് സിസ്റ്റങ്ങളുണ്ട്. പുറത്ത് പോവുകയാണെങ്കിൽ വാറ്റ് അല്ലെ, യൂണിറ്റിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ വാല്യൂ ആഡ് ടാക്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടാക്സിന്റെ ക്ലാസ്സൊക്കെ ഗ്രാജുവലി നമുക്ക് വരുന്നുണ്ട്. ഇപ്പം മാനുവലായിട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ലാബിലേക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലേക്ക് നിങ്ങൾ കടക്കുക. അവിടെ ടാലി എന്ന സോഫ്റ്റ്വെയർ പഠിക്കാനുണ്ട്, P3 ഉണ്ട്, ക്വിക്ക് ബുക്സ് ഉണ്ട്, പേറോളിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഇന്റേൺഷിപ്പ് വരെ നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിനി മുന്നോട്ടുള്ള ക്ലാസ്സുകൾ ഉള്ളതാണ്. അപ്പോൾ ഇതുവരെയുള്ള ഭാഗം നിങ്ങൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക. ആദ്യം ഞാൻ ഈ ഒരു സെറ്റ് വരെയാണ് ചെയ്ത് വെക്കുന്നത്. ബേസിക് ഓഫ് അക്കൗണ്ട്സിന്റെ ഈ 3 പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇനി അടുത്ത വീഡിയോസ് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കോഴ്സായിട്ട് ചെയ്യാനുള്ള കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആവാം. എനിവേ, ഈ വീഡിയോ കണ്ടതിന് താങ്ക്സ്.